പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സംസർഗവും നിങ്ങളോട് കൂടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നേന്നും പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാ കഴുകേണമെന്നേന്നും പൊന്നു കർത്താവേ. പ്രിയമുള്ളവരെ, ഈശോയുടെ വിശുദ്ധ ബലിക്കായി അണയുമ്പോൾ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുരക്തത്താൽ നമ്മെ എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, ശുദ്ധീകരിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആണ്ടുവട്ടത്തിലെ 30-ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ അംഗങ്ങളെയെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള സഭ മിഷൻ ഞായറാഴ്ചയായി സന്തോഷം കൊണ്ടാടുകയാണ്. നമ്മുടെ ദേശങ്ങളിൽ നിന്ന് മിഷൻ പ്രദേശങ്ങളിൽ മിഷൻ സേവനങ്ങൾക്കായി ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ഉറ്റവർ, മുടിയവർ, വൈദികർ, സന്യസ്തർ, സമർപ്പിതർ, ഇവരെല്ലാം ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ വളരെ സുരക്ഷിതമായി ഈ വിശുദ്ധ ദേവാലയത്തിൽ ഈശോയ്ക്ക് ബലിയർപ്പിക്കുന്ന സമയത്ത് ഭയപ്പാടോടുകൂടി പല ദേശങ്ങളിലും ഈശോയ്ക്ക് ബലിയർപ്പിക്കുവാൻ ഒരുമിച്ച് കൂടുന്നവരുണ്ട്. കാരണം ഒത്തിരിയേറെ ദുരിതങ്ങളും ആക്രമണങ്ങളുമൊക്കെ ഈശോയുടെ നാമത്തിൽ ഒരുമിച്ച് ചേരുന്നതിന്റെ പേരിൽ അനുഭവിക്കുന്ന ഒത്തിരി വിശ്വാസികളൊക്കെയുണ്ട്. അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒത്തിരി ഭാഗ്യം ചെയ്തവരാണ്. ഈശോയ്ക്ക് ആരാധന അർപ്പിക്കുവാൻ, ഈശോയുടെ ദിവ്യ ബലിയിൽ, വിശുദ്ധ കുർബാനയിൽ കൂട്ടായ്മയായി പങ്കുചേരുവാൻ വളരെ സ്വാതന്ത്ര്യവും കൃപയും സാഹചര്യവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. മിഷൻ ദേശങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായങ്ങളും കാരുണ്യ പ്രവൃത്തികളും അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി നൽകപ്പെടുവാനുള്ള മനസ്സിന്റെ നമ്മുടെ വലിയ തുറവിക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ
നന്ദി ചൊല്ലും ദൈവത്താഴ്മയാ ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു സ്വർഗ്ഗരാജനേ. ദൈവമേ കർത്താവേ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ പാദരം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവരം വാഴ്ത്തിരുന്നീടും ഞങ്ങൾ തന്റെ രക്ഷകനേശുവേ കാരുണ്യം കൂടണേ ഞങ്ങളിൽ. മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും വർധന ഞങ്ങൾക്ക് നൽകുകയും വാഗ്ദാനം ചെയ്തവ പിന്തുടരുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആണ്ടുവട്ടത്തിലെ 30-ാം ഞായർ, 1-ാം വായന. കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിനെ പ്രതി സന്തോഷിച്ചാനയിക്കുകയും ജനതകളുടെ തലവനെ കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുകയും കർത്താവ് തന്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിക്കുന്നു എന്ന് സ്തുതി പാടുകയും ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും, അന്ധരും മുടന്തലും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെടെ ഒരു വലിയ
കൂട്ടം ആയിരിക്കും അവർ. കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീർവീഴ്ചകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടറുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന്റെ പിതാവാണ്, എഫ്രായിം എൻ്റെ ആദ്യജാതകം. കർത്താവിന്റെ വചനം. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് പ്രവാസികളെ സിയോനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അതൊരു സ്വപ്നമായി തോന്നി. അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ച് ഞങ്ങളുടെ നാവ് ആനന്ദാരവം മുഴക്കി. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് അവരുടെ ഇടയിൽ വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേവിലെ ജലവാദങ്ങളെ എന്ന പോലെ കർത്താവെ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. കണ്ണീരോടെ വിജയിക്കുന്നവർ ആനന്ദഘോഷത്തോടെ കൊയ്യട്ടെ. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്
അക്കാലത്ത് യേശു ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ട് പോകുമ്പോൾ തിമേയോസിന്റെ പുത്രനായ ബർത്തിമേയോസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രയനായ യേശുവാണ് അതിലൂടെ കടന്നു പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കും, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. കർത്താവിന്റെ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികളെ, അംഗങ്ങളെ, സ്നേഹമുള്ളവരെ, ഒരു കുടുംബം പുതിയ ഒരു ഭവനത്തിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. അങ്ങനെ പുതിയ ഭവനത്തിലേക്ക് താമസം മാറിയപ്പോൾ ആ ഭവനത്തിലെ കുടുംബനാഥ ചുറ്റുവട്ടമൊക്കെ കാണുവാനായി ഈ മുറിയുടെ കട്ടൻ മാറ്റി ഈ ജനൽ പാളികളിലൂടെ നോക്കുകയാണ്. അപ്പോൾ കാണുന്നത് അയലത്തെ വീട്ടിൽ ടെറസിൽ തുണികളൊക്കെ അലക്കി വിരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ വീട്ടമ്മ കാണുകയാണ്, ഈ തുണികളൊന്നും വൃത്തിയായിട്ടില്ല. ഈ തുണികളിലെല്ലാം അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വീട്ടമ്മ ഉടനെ തന്നെ ഭർത്താവിനെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മൾ പുതുതായി താമസിക്കുവാൻ വന്നിരിക്കുന്ന ഈ വീടിന്റെ അയൽക്കാർ യാതൊരു വൃത്തിയുമില്ലാത്ത ആൾക്കാരാണ്. കാരണം അവർ അലക്കി വിരിച്ചിട്ടിരിക്കുന്ന തുണി നിറയെ അഴുക്ക് പുരണ്ടിരിക്കുന്നു, വൃത്തിയായിട്ടില്ല. ഈ കുടുംബനാഥൻ അടുത്ത് വന്നിട്ട് ആ ജനൽപ്പാളി ഒരു തുണി കൊണ്ട് തുടക്കുന്നുണ്ട്. കാരണം ഈ ജനൽപ്പാളി നിറയെ പൊടിയും അഴുക്കും പിടിച്ചിരുന്നു. ഈ അഴുക്ക് പിടിച്ച ജനലിലൂടെ ഈ കുടുംബനാഥ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വൃത്തിയായിട്ടുള്ള തുണിയൊക്കെ വൃത്തികേടായിട്ട് അനുഭവപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ ഭർത്താവ് വ്യക്തമായ കാഴ്ച ഈ സ്ത്രീക്ക് നൽകുകയാണ്. അഴുക്ക് പിടിച്ച ആ ജനൽ പാളികളൊക്കെ തുടച്ച് വൃത്തിയാക്കിയപ്പോൾ വളരെ വ്യക്തമായ കാഴ്ച ആ സ്ത്രീക്ക് ലഭിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തമായ കാഴ്ചകൾ ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കാണുന്നുണ്ട്, സെബദി പുത്രന്മാർ ഈശോയുടെ പക്കൽ വരികയാണ്. ഈശോ ചോദിക്കുന്നുണ്ട്, എന്താണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? സെബദി പുത്രന്മാർ പറയുകയാണ്, അങ്ങയുടെ വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള ആ ഒരു കൃപ മാത്രം ഞങ്ങൾക്ക് നൽകിയാൽ മതി, മറ്റൊന്നും വേണ്ട എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ബർത്തിമേയോസ് എന്ന ഈ അന്ധയാചകൻ ഈശോയോട് ചോദിക്കുന്നത് വലത്തും ഇടത്തും ഇരിക്കുവാനുള്ള പദവികളെ കുറിച്ചല്ല, എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ച ഈശോയെ അങ്ങ് എനിക്ക് തിരികെ നൽകണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ കാഴ്ച, ആ
അത് നീ എനിക്ക് തിരികെ നൽകണം. ഈ ഒരു അവബോധം ഏറ്റവും ആദ്യം അത്യാവശ്യമാണ്. എനിക്ക് നഷ്ടപ്പെട്ടു പോയത്, ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ കിടക്കുമ്പോൾ അവിടെ കിടന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ വാത്സല്യമുള്ള മകനായിരുന്നു, എന്നാൽ എനിക്കത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്, അവബോധം, സ്വയം ബോധം ആ പന്നിക്കൂട്ടിൽ കിടക്കുമ്പോൾ അവന് ലഭിക്കുന്നുണ്ട്. ഇതുപോലെ ഈ അന്ധയാചകന് അവന് ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിലും അവന്റെ ഉള്ളിലെ ഒരു ആവശ്യകതയുണ്ട്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു വ്യക്തമായ കാഴ്ച. പ്രിയമുള്ളവരെ, അത് ഒരുപക്ഷെ ആത്മീയമായ അന്ധതയായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ എല്ലാം ചില തീരുമാനങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ആ തിരിച്ചറിവിലേക്ക് വരുവാൻ സാധിക്കണം. അങ്ങനെ വ്യക്തമായ കാഴ്ചയുള്ളവർക്ക് മാത്രമേ വ്യക്തമായ ദിശാബോധം ഉണ്ടായിരിക്കുകയുള്ളൂ. ദിശാബോധം എന്ന് വെച്ചാൽ ഞാൻ ആയിരിക്കേണ്ട വഴി, ഞാൻ ആയിരിക്കേണ്ട രീതികൾ, ഞാൻ ആയിരിക്കേണ്ട വിശ്വാസങ്ങൾ. അങ്ങനെ വ്യക്തമായ ദിശാബോധം ജീവിതത്തിൽ ലഭിക്കണമോ വ്യക്തമായ കാഴ്ച ഉണ്ടായിരിക്കണം. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് 3 പൂജ്യ രാജാക്കന്മാരെ കുറിച്ച്. ഇവർ പൗരസ്ത്യ ദേശത്ത് നിന്ന് യാത്രയാവുകയാണ്. ഇവർക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്നത് ഒരു നക്ഷത്രമാണ്. ആകാശത്ത് പ്രകാശിച്ചു നിൽക്കുന്ന ആ വലിയ നക്ഷത്രത്തെ നോക്കിയിട്ടാണ് ഈ 3 പൂജ്യ രാജാക്കന്മാർ വളരെ വ്യക്തമായ ദിശാബോധത്തോടുകൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. എന്നാൽ എവിടെയോ വെച്ച് ഈ നക്ഷത്രത്തിന്റെ ദർശനം ഇവർക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് ഇവർ വഴിതെറ്റി ഹെറോദേസ് രാജാവിന്റെ രാജകൊട്ടാരത്തിൽ ചെന്ന് കയറുന്നത്. കാരണം അവർ ചിന്തിക്കുന്നത് ജനിച്ചിരിക്കുന്നത് രാജാവാണ്. അപ്പോൾ രാജാവായ ശിശു ഉണ്ടായിരിക്കേണ്ടത് രാജകൊട്ടാരത്തിലാണ്. അങ്ങനെ കർത്താവിന്റെ ചിന്തയ്ക്ക് പകരം മാനുഷികമായ ചിന്തപ്പാടുകൾ വെച്ച് ഇവർ ചെന്ന് കയറുന്നത് ഹെറോദേസിന്റെ രാജകൊട്ടാരത്തിലാണ്. അവിടെ ആയിരിക്കുമ്പോൾ ഈ പൂജ്യരാജാക്കന്മാർ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങൾ ആയിരിക്കേണ്ട ഇടം ഇവിടെയല്ല. അവിടെ നിന്നും ഈ പൂജ്യരാജാക്കന്മാർ വീണ്ടും യാത്ര ആരംഭിക്കുമ്പോൾ അവരെ വീണ്ടും വഴി നടത്തുന്നത് ഈ നക്ഷത്രം തന്നെയാണ്. അങ്ങനെ വ്യക്തമായി ഉണ്ണീശോയുടെ സന്നിധിയിൽ എത്തിച്ചേരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മെ വഴി നടത്തുവാനായി ദൈവം കനിന് നൽകുന്ന ചില നക്ഷത്രങ്ങളുണ്ട്. അതൊന്ന് ഇടവക വൈദിക. നമ്മളെ ആത്മീയമായി നയിക്കുന്നതിന് വേണ്ടി നമുക്ക് ആത്മീയമായിട്ട് പല കുറവുകളോ വ്യക്തമായ കാഴ്ചകളോ ഇല്ലാതെ ഇരിക്കുമ്പോൾ വ്യക്തമായ കാഴ്ചകൾ നൽകുന്നതിന് നൽകപ്പെടുന്ന പ്രവാചകന്മാർ തന്നെയാണ് ഒരു ഇടവകയിലെ പുരോഹിതർ എന്ന് പറയുന്നത്. അങ്ങനെ ആത്മീയമായ ആ ഒരു വെളിച്ചം നമ്മളൊക്കെ സ്വീകരിക്കുവാനും വ്യക്തമായ ദിശാബോധത്തോടു കൂടെ വിശ്വാസത്തിൽ ചരിക്കുവാനും അങ്ങനെ ഈശോ എന്ന വലിയ ദർശനം എന്ന് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഓരോ പ്രവൃത്തികളിലും അനുദിന കർമ്മങ്ങളിലും സ്വയത്തമാക്കുവാൻ കൃപയേകണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ആ വ്യക്തമായ ദിശാബോധത്തിൽ എന്നും ജീവിക്കുവാനുള്ള കൃപയുള്ള മക്കളാക്കി, വ്യക്തമായ അവബോധമുള്ള മക്കളാക്കി ഞങ്ങളെ മാറ്റി തീർക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏക ദൈവത്തിലുള്ള വിശ്വാസം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നു.
പ്രാർത്ഥനകളും യാചനകളും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. മാനവരാശികളുടെ നിരീക്ഷയ്ക്ക് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരം മണിപുത്രന്റെ ശരീരത്തിന് അപ്പത്തിന്റെ രൂപത്തിലും വീഞ്ഞിന്റെ സാദൃശ്യത്തിൽ നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യത്തെയും നിത്യപൗരത്വത്തെയും സുസ്ഥാപിതമാക്കിയ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ആ ഉദാശയെ യഥാർത്ഥം സ്വീകരിക്കുവാനും പൗരോഹിത്യത്തെ ഹൃദയപൂർവ്വം അംഗീകരിക്കുവാനും കൃപയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൂടാരത്തെ ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവജനത്തിന് സേവനമനുഷ്ഠിക്കുവാൻ ഇസ്രായേലിന്റെ ദൈവം വിളിച്ചു വേർതിരിച്ച ഓരോ അഭിഷിക്തരെയും, വിശേഷ ഫ്രാൻസിസ് പാപ്പയെയും അതിരൂപത അധ്യക്ഷൻ ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിനെയും, പ്രാർത്ഥനയുടെ ക്രിസ്തവ ജീവിതം നൽകുന്ന ബെനഡിക്ട് 16 പാപ്പയെയും, ഫ്രാൻസിസ് കല്ലറകൾ പിതാവിനെയും, ഞങ്ങളെ നയിക്കുന്ന ജിവിമാനും അച്ഛനെയും മറ്റെല്ലാ ശ്രേഷ്ഠരെയും അങ്ങയുടെ വിളിക്ക് പ്രത്യുത്തരമേകുവാൻ അവിടുത്തെ ആത്മാവിനാലും ശക്തിയാലും നീതിയാലും ബലപ്പെടുത്തേണ്ടേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്ന കുരിശിലെ വിലാപത്തെ ഹൃദയപൂർവ്വം സ്വീകരിച്ച് സ്വന്തം വീടിനെയും നാടിനെയും തിരിച്ച് ആത്മാക്കളെ നേടുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഓരോ മിഷണറിമാരെയും ഈ ജനത്തിൽ പ്രത്യേകമാവിധം അങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആത്മശക്തിയുടെ നിറവും വെളിവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നായി പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ, ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ സഹനങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും വേദനകളെയും കുരിശിൽ സഹനങ്ങളോട് ചേർത്ത് രക്ഷയുടെ ദൈവാനുഭവങ്ങളാക്കി മാറ്റുവാൻ അങ്ങ് കഴിവിന്റെ കരങ്ങൾ നീട്ടണമേ. വചനത്താൽ സൗഖ്യം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുനരുദ്ധാനം ജീവനമാകുന്നവനെ, അന്ത്യവിശ്രമത്തിനായി അങ്ങ് ഞങ്ങൾ ഒരുക്കി തന്നിട്ടുള്ള ഉയർപ്പിന്റെ പൂന്തോട്ടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാം ഭംഗിയായും ചിട്ടയായും പൂർത്തിയാക്കുവാൻ സഹായം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും നിധികർത്താവായ ദൈവമേ, ഉന്നതത്തിൽ നിന്നുള്ള വലിയ അങ്ങേ പക്കലേക്ക് വന്നിരിക്കുന്ന ഞങ്ങളുടെ ഉറ്റവരെയും ബന്ധുമിത്രാദികളെയും അങ്ങേ അനശ്വരമായ നവജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും അങ്ങ് സ്വീകരിക്കണമേ. ഇന്ന് പ്രത്യേകമായി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന സെന്റ് സെബാസ്റ്റ്യൻ കുടുംബാംഗങ്ങളെയും ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് കനിവാർന്ന് ആശീർവദിക്കണമേ. ഇന്ന് ആഗോള മിഷൻ ഞായറാഴ്ചയായി കൊണ്ടാടുമ്പോൾ മിഷൻ പ്രദേശങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും അങ്ങ് കാവലാളായി തീരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
പ്രിയമുള്ളവരെയും നമ്മൾ ഒരുമിച്ച് അർപ്പിക്കുന്ന ഈ ദിവ്യബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കാഴ്ചദ്രവ്യങ്ങളെ കടാക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി അനുഷ്ഠിക്കുന്നത് അങ്ങേ ഉപരി മഹത്വത്തിലേക്ക് നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളിയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിക്കുകയും കാലങ്ങളുടെ വിവിധ മാറ്റങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങേ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും സർവ്വത്ഭുത പ്രതിഭാസങ്ങളും അവന് അധീനമാക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. ശരീരത്തിലും
രക്തവുമായി തീരുമാറാകട്ടെ. അവിടും നൊറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാദി പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നേ കർത്താവേ. പരമത്താഴ്ത്തണിനെ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്കു വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നേ കർത്താവേ. വിശ്വാസത്തെ മഹാരഹസ്യം മരണം വരിച്ചു നീ മൃത്യുവിനെ ജയിച്ചു ഉദ്ധാരം ചെയ്തു നീ ഞങ്ങൾക്കു ജീവനെ വരളി വിമോചന
ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടും അത് സഭയങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെയും ആലപിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിരിക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ.
എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ട് അരുളയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ ഈ വിരുന്നിൽ ക്ഷണിതാക്കളായവർ ഭാഗ്യവാന്മാർ. കർത്താവേ നീ ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ ഇവരെയും നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
അറിയിപ്പുകൾ. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ച സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ, വിശ്വാസികളുടെ പ്രാർത്ഥന, കാഴ്ചവയ്പ്, സമർപ്പണം, ദൈവവചന വായനയിലൂടെയും ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങൾക്ക് വളരെ കൃത്യതയോടുകൂടെ നേതൃത്വം വഹിച്ച സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികൾക്ക്, അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇന്നലെ വൈകിട്ട് ഈ പള്ളിയും പരിസരവും എല്ലാം വൃത്തിയാക്കിയതും ബിജു, ജോജി, തോമസ്, വില്യംസ്, റോബി, ദീപ, മേരി എന്നിവരാണ്. ഇവർക്കും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ അൾത്താരയിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പങ്ങൾ നൽകിയത് കുറ്റിയത്ത് ആന്റണിയും കുടുംബാംഗങ്ങളുമാണ്. അവർക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ഞായറാഴ്ച 6:30 ദിവ്യബലിക്ക് നേതൃത്വം വഹിക്കേണ്ടത് സെന്റ് അഗസ്റ്റിൻ കുടുംബ യൂണിറ്റ് ഭാരവാഹികളും അംഗങ്ങളുമാണ്. അടുത്ത ഞായറാഴ്ച 8:15 ദിവ്യബലി ഉണ്ടായിരിക്കുന്നതല്ല. അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 31 ജപമാല മാസാചരണ സമാപന ദിനമായതുകൊണ്ട് രാവിലെ 6:30 ദിവ്യബലി, തുടർന്ന് 6:30 ശേഷമുള്ള ദിവ്യബലിക്ക് ശേഷം 7:30 മുതൽ വൈകിട്ട് 5:30 വരെ കുടുംബ യൂണിറ്റുകൾ നേതൃത്വം നൽകുന്ന ദിവ്യകാരുണ്യ ആരാധനയും അഖണ്ഡ ജപമാല യജ്ഞവും നടത്തപ്പെടുകയാണ്. ഓരോ യൂണിറ്റുകളുടെയും സമയക്രമം നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നൽകപ്പെടുന്നതാണ്. ഓരോ യൂണിറ്റിനും സജ്ജമാക്കിയിരിക്കുന്ന 1 മണിക്കൂർ സമയം, അതിൽ അരമണിക്കൂർ ജപമാലയും അരമണിക്കൂർ ദിവ്യബലി, ദിവ്യകാരുണ്യ ആരാധനയുമായിരിക്കും. അങ്ങനെ പൂർണ്ണമായി 1 മണിക്കൂർ സമയമാണ് ഒരു യൂണിറ്റിന് നൽകപ്പെടുന്നത്. അടുത്ത ഞായറാഴ്ച 8:15 ദിവ്യബലിക്ക് പകരമായി വൈകിട്ട് 5:30 ദിവ്യബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. കഴിഞ്ഞ ഞായറാഴ്ചയിലെ 6:30 ദിവ്യബലിക്ക് ലഭിച്ച സ്വസ്ത്ര കാഴ്ച 2250 രൂപ, കാഴ്ചവയ്പ് തുക 1070 രൂപ. പ്രിയമുള്ളവരെ, ഇന്ന് ആഗോള മിഷൻ ദിനമാണ്. ലോകമെമ്പാടുമുള്ള മിഷണറിമാർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ നിങ്ങളെ അറിയിച്ചതുപോലെ ഇന്നത്തെ സ്വസ്ത്ര കാഴ്ചയും എല്ലാം മിഷൻ പ്രവർത്തനങ്ങൾക്കായി നമ്മൾ നൽകുന്നതാണ്. നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ സഹായിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മിഷൻ ദേശത്തിലുള്ള എല്ലാവർക്കും നമ്മുടെ കൊച്ചു സഹായങ്ങൾ അനുഗ്രഹമാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ 8:15 ദിവ്യബലിക്ക് ശേഷം ഈ വർഷം തിരുനാൾ ഏറ്റെടുത്തിരിക്കുന്ന തിരുനാൾ പ്രസിദ്ധിമാരുടെ ഒരു മീറ്റിംഗ് പാതുവ സ്ക്വയർ ഹാളിൽ വെച്ച് നടത്തപ്പെടുകയാണ്. എല്ലാ തിരുനാൾ പ്രസിദ്ധിമാരും ആ മീറ്റിംഗിൽ പങ്കെടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തിരുനാൾ പ്രസിദ്ധിമാരുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിലെടുത്ത തീരുമാനങ്ങൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. പ്രസിദ്ധിമാരുടെ വിഹിതം 4000 രൂപ തന്നെയായി നിജപ്പെടുത്തി. നേരത്തെ അതേ തുക തന്നെയാണ് തീരുമാനിച്ച് വെച്ചിരുന്നത്. ആ തുക തന്നെ വിഹിതമായി നൽകുവാൻ തിരുനാൾ പ്രസിദ്ധിമാരുടെ കഴിഞ്ഞ മീറ്റിംഗിൽ തീരുമാനമായി. അതുപോലെ തിരുനാൾ വിഹിതം ഡിസംബർ 5 മുൻപായി തിരുനാൾ കമ്മിറ്റിമാരെ ഏൽപ്പിക്കുവാനും ആ ഒരു മീറ്റിംഗിൽ തീരുമാനമായി. ഫൈനൽ ലിസ്റ്റ് ഈ ദിവസങ്ങളിൽ സജ്ജമാക്കുകയാണ്. ഇന്ന് ഫൈനൽ ലിസ്റ്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഫൈനൽ ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഇപ്പോൾ കൺഫർമേഷൻ നൽകിയിരിക്കുന്നവരെല്ലാം ഇനി യാതൊരു ഒഴിവും കഴിവുകളും ഇല്ലാതെ തന്നെ ആ തിരുനാൾ പ്രസിദ്ധിമാരായി ആത്മീയതയോടുകൂടി ഒരുങ്ങണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും നമ്മുടെ അയൽക്കാരോ സുഹൃത്തുക്കളോ
ബന്ധുമിത്രാദികളോ ആരെങ്കിലുമൊക്കെ തിരുനാൾ പ്രസിദ്ധിമാരാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്ക് ഇനിയും അവസരത്തിലേക്ക് സ്വാഗതം നൽകുകയാണ്. മറ്റ് ഇടവകയിലുള്ള നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ ഈ ദേവാലയത്തിലെ തിരുനാളിൽ പ്രസിദ്ധിമാരാകുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവർക്കും അവസരം ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, 2023 ആണ്ടിലെ നമ്മുടെ ഇടവകയുടെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ ദയവായി എന്നെ സമീപിക്കുക. നവംബർ 1 വൈകിട്ട് സെമിത്തേരിയിൽ പരേതർക്കായിട്ടുള്ള ഒപ്പീസ് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. നിങ്ങളോട് ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ വലിയ പ്രാർത്ഥനകൾ കൊണ്ട് നമ്മുടെ സെമിത്തേരിയുടെ കട്ട വിരിക്കുന്ന ആ ഒരു സംരംഭം ഏകദേശം 80% പൂർത്തിയാക്കുവാൻ സാധിച്ചു. പ്രതികൂലമായ കാലാവസ്ഥയാണ് മൊത്തത്തിൽ ഉണ്ടായിരുന്നത് എങ്കിലും അന്തോണീസ് പുണ്യവാളന്റെ മധ്യസ്ഥത കൊണ്ട് ആ പ്രതികൂലമായ എല്ലാ കാലാവസ്ഥയെയും തരണം ചെയ്ത് ഏകദേശം 80% ആ ഒരു പ്രോജക്റ്റ് സംരംഭം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. ഇനിയും കുറച്ചധികം ജോലികളൊക്കെയുണ്ട്. തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നവംബർ 1 വൈകിട്ട് പരേതർക്കുള്ള ദിവ്യബലി അർപ്പിക്കപ്പെടുന്നത് വൈകിട്ട് 5:30 പരേതർക്കുള്ള ദിവ്യബലി നവംബർ 1 അർപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാം, തിരുക്കർമ്മ കലണ്ടർ അനുസരിച്ച് നവംബർ 1 സകല വിശുദ്ധരുടെയും ദിനമാണ്. ആയതുകൊണ്ട് അന്നേ ദിനം രാവിലെ 6:30 സകല വിശുദ്ധരുടെയും ദിവ്യബലി നമ്മൾ അർപ്പിക്കുകയും വൈകിട്ട് 5:30 പരേതർക്ക് വേണ്ടിയുള്ള ദിവ്യബലി അർപ്പിച്ചതിന് ശേഷമായിരിക്കും സെമിത്തേരിയിൽ ഒപ്പീസ് അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഒപ്പീസ് അർപ്പിക്കുവാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളുടെ കുടീരങ്ങളൊക്കെയാണ്, കല്ലറകളൊക്കെയാണ് സെമിത്തേരിയിലുള്ളത്. ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സമയം കിട്ടുന്നത് പോലെ ആ കല്ലറകളൊക്കെ വൃത്തിയാക്കി സാധിക്കുമെങ്കിൽ ഒന്ന് പെയിന്റൊക്കെ അടിച്ച് അത് മനോഹരമാക്കി തീർക്കണമേ എന്ന് നിങ്ങളോട് പ്രത്യേകം അറിയിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സമാധാനം നടത്തപ്പെടുകയുണ്ടായി. അതിന് സഹായിച്ച എല്ലാവരെയും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഒരുപാട് അമ്മച്ചിമാരൊക്കെ സമാധാനത്തിന് സഹായിക്കുകയുണ്ടായി. അതുപോലെ ഇതിനു വേണ്ടി സഹായിച്ച വ്യക്തികളൊക്കെയുണ്ട്, പേരെടുത്ത് പറയുന്നില്ല. ശ്രമദാനത്തിന് സഹായിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, അങ്ങേ ഉദാസ്യങ്ങളവ ഉൾക്കൊള്ളുന്ന വനങ്ങളിൽ പൂർത്തീകരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അടയാളങ്ങളിലൂടെ ആചരിക്കുന്നത് യാഥാർത്ഥ്യങ്ങളായി ഞങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളീണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും
സമാധാനത്തിലും പോകുവി. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യേശുമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.